ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ അങ്ങനെ റിസോർട്ടിലെത്തിയിട്ട് ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചതിന് ശേഷം ട്രക്കിങ്ങിനാണ് പോണത്. അപ്പോൾ നമ്മൾ കാന്തല്ലൂരാണ് റിസോർട്ട് എടുത്തിട്ടുള്ളത്. പിറ്റേ ദിവസം കാലത്താണ് നമ്മൾ മൂന്നാർ പോകാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ജീപ്പ് നമുക്ക് റിസോർട്ടുകാർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജീപ്പിൽ രാഘുമാമനും കുട്ടികളും കയറി, പിന്നെ അടുത്ത ജീപ്പിൽ ബാക്കി ഞങ്ങളെല്ലാവരും കയറി. അതിന് ശേഷം നമ്മൾ 3 സ്ഥലങ്ങൾ കാണാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ സ്ഥലത്തെത്തി. അപ്പോൾ ഒരു 3-3:30 ആകുമ്പോഴാണ് ഞങ്ങൾ സ്ഥലം കാണാനായിട്ട് വന്നത്. അത് കാരണം അത്രയ്ക്ക് വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നമുക്ക് അത്ര ചൂടൊന്നും അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പുള്ള സ്ഥലമല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഏതാണ്ട് നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും നടന്ന് കണ്ടു. പിന്നെ നല്ല പാറയായിരുന്നു, അത് കാരണം നടക്കാനൊക്കെ ഇത്തിരി വിഷമമുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അടുത്ത സ്ഥലം ഏതാണ്ട് ഒരു സ്ട്രോബെറി തോട്ടമായിരുന്നു. പക്ഷേ അവിടെ സ്ട്രോബെറി ഒന്നും ഉണ്ടായിരുന്നില്ല, അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോബെറിയും പിന്നെ കാബേജും കോളിഫ്ലവറൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് സ്ട്രോബെറി ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അതൊക്കെ മേടിച്ച് കുടിച്ചു. അതിനുശേഷം നമ്മൾ പിന്നെ വെള്ളച്ചാട്ടം കാണാനാണ് പോണത്. അപ്പോൾ അങ്ങനെ വെള്ളച്ചാട്ടം ആയിരുന്നു കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അവർ വെള്ളത്തിലൊക്കെ കുറേ നേരം കളിച്ചു. അവിടെയും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതും കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മുടെ റിസോർട്ടിൽ പോയി. അപ്പം ഇനി മൂന്നാറിൻ്റെ വിശേഷമായിട്ട് കാണാം കേട്ടോ.